നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലപ്പിള്ളി കാരിക്കുളത്ത് ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കാരികുളം ചെട്ടിയാൻതൊടി 38 വയസ്സുള്ള മുഹമ്മദ് റാഫിക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെ കാരികുളം 907 ജാറം വഴിയിൽ വെച്ചായിരുന്നു സംഭവം. റോഡിലേക്ക് ചാടിയ കാട്ടുപന്നി ബൈക്കിൽ പാഞ്ഞു വന്ന് ഇടിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് മുഹമ്മദ് റാഫിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ യുവാവിൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഒരാഴ്ച മുൻപാണ് മുഹമ്മദ് റാഫി ഗൾഫിൽ നിന്നും വന്നത്. സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. മേഖലയിലെ രൂക്ഷമായ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഏറെക്കാലമായി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും അധികൃതർ നടപടിയെടുത്തിട്ടില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. യുവാവിൻ്റെ ചികിത്സാ ചെലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനം വകുപ്പ് വഹിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ തലോർ പാതയിൽ നിയന്ത്രണം വിട്ട തടിലോറി മറിഞ്ഞ അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെ തലോർ ശ്രീനാരായണ സ്റ്റോപ്പിന് സമീപമായിരുന്നു സംഭവം. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ പാമ്പുക്കാടൻ ചന്ദ്രന്റെ വീട്ടുമതിലും ഗേറ്റും തകർന്നു. വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. കേബിൾ വയറുകളും പൊട്ടിയ നിലയിലാണ്. പുലർച്ചെ 3 മണിക്കാണ് വണ്ടി എടുത്തത്. ഭയങ്കര സൗകര്യമാണ് വണ്ടി വീണത്. വീടിൻ്റെ മതിലും ഗേറ്റും പോയിട്ടുണ്ട്. കേബിൾ ലൈൻ പോയി. KCBയിൽ 2 കണക്ഷൻ പോയി. ഞങ്ങളുടെ തന്നെ 2 കണക്ഷൻ പോയി. 2 കേബിൾ പോയി. ഇൻ്റർനെറ്റ് കേബിൾ പോയി. കോഴിക്കോട് നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന തടിലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് സ്വദേശിയുടേതാണ് വാഹനം. റോഡരികിനോട് ചേർന്ന് ലോറി മറിഞ്ഞതിനാൽ മേഖലയിൽ കാര്യമായ ഗതാഗതക്കുരുക്ക് ഉണ്ടായില്ല. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമല തീർത്ഥാടനം സംഘടിപ്പിച്ചു. രൂപത പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ, വൈസ് പ്രസിഡന്റ് ജോസഫ് തെക്കൂടൻ, സെക്രട്ടറി ജിജോ തോമസ്, യൂത്ത് വിംഗ് കൺവീനർ സിജോ ബേബി, കത്തോലിക്ക കോൺഗ്രസ് രൂപത PRO ഷോജൻ ഡി വിധേയത്തിൽ, ഷിബു ആട്ടോക്കാരൻ, പീറ്റർ ആലങ്ങാട്ടുകാരൻ, ജോസ് കുറുകുറ്റിക്കാരൻ, ജോജി ചുള്ളി എന്നിവർ നേതൃത്വം നൽകി. രൂപതയിലെ വിവിധ ഇടവകയിൽ നിന്നുള്ള നിരവധി പേർ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. NDA പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി A. നാഗേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്ത് തല കൺവെൻഷൻ ഇത്തൂപ്പാടത്ത് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം A. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് സുധീർ വെട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. A. നാഗേഷ്, BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, സെക്രട്ടറി രാമദാസ് വയലൂർ, വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, PK സുബ്രൻ, ജില്ലാ സമിതി അംഗം ശ്രീധരൻ കളരിക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ ചിന്നങ്ങത്ത്, അതുൽ കൃഷ്ണ വെട്ടിയാട്ടിൽ, അശ്വതി സുബീഷ്, ഷീജ അജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു. വാര്യർ സമാജം തലോർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഷിക ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. പാരമ്പര്യ കഴുകക്കാർക്ക് വേണ്ടി വാര്യർ സമാജം തലോർ യൂണിറ്റ് ഏർപ്പെടുത്തിയ വാർഷിക കഴുകശ്രേഷ്ഠ പുരസ്കാരം 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ചിറ്റിച്ചാത്തക്കുടം ശ്രീദേവി വാരസ്യാർക്ക് സമർപ്പിച്ചു. റിട്ടയർഡ് പുതുക്കാട് ആശുപത്രി സൂപ്രണ്ടും 20 വർഷമായി പുതുക്കാട് സുസ്ഥിര പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ CN നളിനിയെ വാര്യർ സമാജം ആദരിച്ചു. സമാജമംഗങ്ങൾ ദാനം ചെയ്ത ഉപയോഗയോഗ്യമായ വസ്ത്രങ്ങൾ വിദ്യാധരന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ ഏറ്റുവാങ്ങി. വാര്യർ സമാജം അക്ഷയ വിദ്യാഭ്യാസ സഹായം അർഹരായ 3 കുട്ടികൾക്ക് തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിന്റെ മാനേജർ പ്രൊഫസർ ശങ്കരൻകുട്ടി, കോർഡിനേറ്റർ ധരണീധരൻ എന്നിവർ ചേർന്ന് കൈമാറി. വാര്യർ സമാജം പ്രസിഡന്റ് E. രാജേഷ്, സെക്രട്ടറി മോഹൻദാസ് രാമവാര്യർ, ട്രഷറർ ശാലിനി എന്നിവരും മറ്റു ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരുമ്പിലാവിലുണ്ടായ വാഹനാപകടത്തിൽ കയ്പമംഗലം സ്വദേശിയായ യുവാവ് മരിച്ചു. കയ്പമംഗലം 12 സ്വദേശി
കളരിക്കൽ വീട്ടിൽ വിജയന്റെ മകൻ അനൂപാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ തൃശൂർ കുറ്റിപ്പുറം പാതയിലെ പെരുമ്പിലാവ് പ്രിയ സെന്ററിന് സമീപമായിരുന്നു അപകടം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ അനൂപ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റിയിടിച്ചാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പെരുമ്പിലാവ് ഭാഗത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ആരോഗ്യ സംരക്ഷണത്തിനും കായിക വികസനത്തിലും പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ട് മണ്ണമ്പേട്ടയിൽ അത്യാധുനിക ഫിറ്റ്നസ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കായിക പ്രേമികൾക്കും ഫിറ്റ്നസ് ആരാധകർക്കും ആവേശമായി മണ്ണമ്പേട്ടയിൽ പോലീസ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അക്കാദമി തുറന്നു. പ്രമുഖ താരങ്ങളുടെയും കായികരംഗത്തെ പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ലോകപ്രശസ്ത ബോഡി ബിൽഡറും വേൾഡ് ഫിറ്റ്നസ് ചാമ്പ്യനുമായ ചിത്തരേഷ് നടേശൻ, മിസ്റ്റർ ഇന്ത്യ മെഡലിസ്റ്റ് TK റിയാസ് എന്നിവർ ചേർന്ന് അക്കാദമി നാടിന് സമർപ്പിച്ചു. ചത്താപ്പച്ച എന്ന ചിത്രത്തിലൂടെ സുപരിചിതനായ നടൻ കൃഷ്ണൻ നമ്പ്യാർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് ബാബു ചെറിയാൻ, സൗത്ത് ഇന്ത്യ പ്രസിഡന്റ് ലെസ്ലി ജോൺ പീറ്റർ, നാഷണൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ സുപ്ന ജാസ്മിൻ, ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരള ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പിച്ച ആനുകൂല്യങ്ങളാണ് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 അംഗങ്ങൾക്ക് രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമായിരിക്കും. പഠനത്തോടൊപ്പം ആരോഗ്യവും സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളും ലഭ്യമാണ്. കൂടാതെ ദമ്പതികൾക്കായി ആകർഷകമായ പ്രത്യേക പാക്കേജുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വ്യായാമം ചെയ്യാവുന്ന ഒരു യൂണിസെക്സ് ജിമ്മാണിത്. ലോകോത്തര നിലവാരമുള്ള പ്രീമിയം എക്യുപ്മെന്റുകൾ, ഹൃദയാരോഗ്യത്തിനായി പ്രത്യേക കാർഡിയോ സോൺ, പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത സൗകര്യം, തിരക്കില്ലാത്ത വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന വിശാലമായ ഫ്ലോർ, ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രത്യേകതകൾ അനുസരിച്ചുള്ള പരിശീലനം എന്നിവ ഏഷ്യൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ പ്രത്യേകതയാണ്. പേശീബലവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സ്ട്രെങ്ത് ആൻഡ് കോർ ട്രെയിനിങ്, ശാസ്ത്രീയമായ രീതിയിൽ ശരീരഭാരം കുറയ്ക്കാൻ ഫാറ്റ് ലോസ് പ്രോഗ്രാംസ്, ശരീരത്തിൻ്റെ വഴക്കവും വേഗതയും വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനത്തിനായി പിലേറ്റ്സ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ട്സ് തുടങ്ങി മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സർട്ടിഫൈഡ് ട്രെയിനർമാരുടെ സേവനം ഇവിടെയുണ്ട്. കൂടാതെ സ്ത്രീകൾക്കായി ലേഡി ട്രെയിനറുടെ പ്രത്യേക സേവനവും, വ്യക്തിഗത ശ്രദ്ധ ആഗ്രഹിക്കുന്നവർക്കായി പേഴ്സണൽ ട്രെയിനിങ് സൗകര്യവും ലഭ്യമാണ്. കൂടാതെ നിങ്ങളുടെ സൗകര്യാനുസരണം തിരഞ്ഞെടുക്കാവുന്ന പ്രതിമാസ പ്ലാൻ 3 മാസം, 6 മാസം, 9 മാസം, 1 വർഷത്തെ ലാഭകരമായ പാക്കേജ് തുടങ്ങിയ പ്ലാനുകളും ഇവിടെയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മണ്ണമ്പേട്ട സെൻറ്ററിലെ ഏഷ്യൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി നാളെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. കാലത്ത് 5:30 മുതൽ 10 മണി വരെയും, വൈകിട്ട് 4:30 മുതൽ വൈകിട്ട് 10 മണി വരെയാണ് ഇതിൻ്റെ പ്രവൃത്തി സമയം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലത്തെ ഒരു സ്ഥാപനം ഇല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇതിൽ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. ഇതിലിപ്പോൾ വെയിറ്റ് ലോസിൻ്റെ പ്രോഗ്രാം, കാർഡിയോ പ്രോഗ്രാം, കാർഡിയോ തന്നെ ഒരു 18 രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യാനുള്ള കാർഡിയോ എക്സസൈസിനുള്ള മെഷീനറീസ് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത് ടൗണിൽ, പഴയ കാലങ്ങളിലൊക്കെ ടൗണുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് നടന്നിരുന്നതാണ് ഇത്രയും വലിയ ഫെസിലിറ്റി. നമ്മളാഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് നല്ലൊരു പ്രസ്ഥാനം കൊണ്ടുവന്നു. ഇതിപ്പോൾ നമ്മളൊരു പാഷൻ്റെ പുറത്താണ് നമ്മൾ ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ആരോഗ്യവാന്മാരായി വളരുവാനും വളർത്താനും അവർ നല്ല രീതിയിൽ നടക്കാനും അതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംരംഭം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിലത്തെ ട്രെയിനേഴ്സൊക്കെ ക്വാളിഫൈഡ് ട്രെയിനേഴ്സാണ്. എല്ലായിടത്തും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷേ ഇവിടെ നമുക്ക് വളരെ നല്ല രീതിയിൽ ട്രെയിനിങ്ങും എല്ലാ പ്രോഗ്രാമും. അപ്പോൾ അത് മാക്സിമം എല്ലാവരും അത് ഉപയോഗിക്കുക. ഇതിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകണം. അദ്ദേഹം ആ സ്വപ്നം ഷെയർ ചെയ്തത് ഞാനും ഒരു സ്വപ്നം അദ്ദേഹത്തിന് ഷെയർ ചെയ്തു. അതായത് എന്തെങ്കിലും വലിയ സ്ക്രീനിൽ എനിക്ക് എന്നെ കാണപ്പെട്ട സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോഴേക്കും 7ഓളം സിനിമകളിൽ
നല്ല ബ്രാൻഡിലെ സെലിബ്രിറ്റികളെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷപ്പെടുന്നു. പിന്നെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ എന്നത് ദേശീയ ലെവലിലെ പഠനം വലിയൊരു ബ്രാൻഡായി മാറട്ടെ. തീർച്ചയായിട്ടും will be വളരെയധികം ബോഡി ബിൽഡേഴ്സും അതുപോലെ അത്ലറ്റ്സും ഈ ജിമ്മിൽ നിന്ന് വരും. I wish them all the very best. Thank you. ഇന്ത്യ അറിയപ്പെട്ട ജില്ലയാണ് തൃശ്ശൂർ. അതിനേക്കാളും ഇനി കേരളത്തില് കോടിക്കണക്കിന് ചുറ്റാൻ ശ്രമിക്കുന്ന ടിവി കോളി എന്ന് പറയുന്ന വ്യക്തി സാധാരണ വ്യക്തിയായി നമുക്ക് വന്നതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തന്നതിന് ഒരുപാട് നന്ദി. കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പോലീസാറിൻ്റെ ഈ ഒരു പുതിയൊരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാവും. ഇതേപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഉടൻ ബന്ധപ്പെടുക. ഏഷ്യൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ, MJ പ്ലാസ, മണ്ണമ്പേട്ട. ഫോൺ 9074576203 അല്ലെങ്കിൽ 9539387373. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,835 രൂപയും പവന് 1,02,680 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.